അച്ഛനമ്മയെ നോക്കാൻ കഴിയണം, അതൊരു ഭാഗ്യമാണ്. നമ്മളെ ആരാ നോക്കിയത്? നമ്മള് കുഞ്ഞിലെ നമ്മളെ നോക്കാൻ ഈ അച്ഛനും അമ്മ ഇല്ലായിരുന്നേ നമ്മൾ അവന്റെ പട്ടി അടിച്ചോണ്ട് പോകത്തില്ലായിരുന്നു. സുഹൃത്ത് 50 രൂപ കൊടുത്ത് അമ്മ ആദ്യം ആത്മഹത്യക്ക് പോയ അമ്മ എന്നോട് പറഞ്ഞു, ആത്മഹത്യക്ക് പോയ ഈ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നൊരു വീട് വെച്ചു തരാം, അമ്മ സമാനമായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് വന്നു. സ്വന്തം മകനേക്കാൾ സ്നേഹത്തോടെ ഈ വീട് വെച്ചു കൊടുക്കാൻ സുജിത്ത് തയ്യാറായി എന്ന് മാത്രമല്ല, ഒരു കൊട്ടാരമാണ് സുജിത്ത് ഇവിടെ നിർമ്മിച്ചത് തൻ്റെ കൂട്ടുകാരോടൊപ്പം. ഉള്ളവരാ 10 ഏക്കർ ഉണ്ടെങ്കിൽ 1 സെന്റ് അംഗൻവാടിക്ക് പോലും കൊടുക്കില്ല, എന്നാൽ ഇല്ലാത്തവർ കൊടുക്കും. സന്തോഷമല്ലേ? ഈ ഒരു നിമിഷം ഇങ്ങനെ വിചാരിച്ചതാണോ? കുറെ കാലം മുമ്പ് ഒരിക്കലും വിചാരിച്ചതല്ലേ? ഒരു 50 രൂപ ഇങ്ങോട്ട് തുടങ്ങിയ വീടാണ്. അത് ഇത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്ത ബാബുശ്രീനോടാണ് എനിക്ക് സന്തോഷമായല്ലോ. അമ്മയെ എന്നാലും മോൻ രക്ഷിച്ചു. അമ്മയ്ക്കൊരു വീട് വെച്ചേക്കാം, വാക്ക് പാലിച്ചല്ലോ. എന്തായാലും സുഹൃത്തുക്കളോട് കഷ്ടപ്പെട്ടു, ഒരുപാട് ആൾക്കാരെ എന്നെ സഹകരിച്ചു. അവരോടെല്ലാം ഞാൻ ബാബു സുഹൃത്തിനോടൊപ്പം സഹകരിച്ച് ഇത് ചെയ്ത എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. ബാബു സുഹൃത്തിനെ ഞാൻ ഒരിക്കൽ കൂടെ ഒരു സ്നേഹത്തോടെ എന്റെ സഹോദരനെ ഞാൻ അഭിനന്ദിച്ചു. സന്തോഷമായല്ലോ. അമ്മയെ എന്നാലും മോൻ രക്ഷിച്ചു. അച്ഛനമ്മയെ നോക്കാൻ കഴിയണം, അതൊരു ഭാഗ്യമാണ്.